കലോത്സവ വേദിയിൽ നമ്മൾ ഒരുപാട് കലാകാരെ കണ്ടു. ആ കലാകാർക്ക് പിന്നിലുള്ള കുറച്ച് ആളുകളെ കണ്ടു, പോലീസുകാരെ കണ്ടു. പക്ഷേ അതിനെല്ലാം അപ്പുറത്ത് ഈ കലോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നെടുന്തൂണ പ്രവർത്തിക്കുന്ന കുറച്ച് ആളുകൾ കൂടിയാണ് എന്നോടൊപ്പം ഉള്ളത്. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ ടീമാണ്. ഇവരിങ്ങനെ ഓടി നടക്കുകയാണ്. ആർക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അവരവിടെ എത്തും. ഒരു വിളിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ടീംസ് നമ്മോടൊപ്പം ഉണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ തുടക്കം മുതൽ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ? നിങ്ങൾ എത്ര പേരുണ്ട് ഇപ്പൊ ഈ കലാനഗരിയില്? ഞങ്ങള് 850ഓളം പേരുണ്ട്. ഓരോ സ്റ്റേജിലും ഓരോരുത്തരായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഫുഡ് ഡ്യൂട്ടിക്ക് മാത്രമായിട്ട് 150ഓളം പിള്ളേരുണ്ട്. അപ്പൊ നിങ്ങൾ ഈ നമ്മുടെ കലോത്സവത്തിന് വരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന സർവീസ് എന്തൊക്കെയാണ്? ഞങ്ങള് ഫുഡ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തർക്കും ഓരോ സ്റ്റേജ് എവിടേക്കാന്ന് പറഞ്ഞു കൊടുക്കാനായിട്ടായാലും ഇവിടെ സൗകര്യം ഒരുക്കിയിട്ടുള്ള ബാത്റൂം, ടോയ്ലറ്റ്, അതിനുള്ള കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. ഓരോരുത്തരായിട്ട് വേറെ ജില്ലകളിൽ നിന്ന് വരുന്നവരൊക്കെ ഞങ്ങളോട് വന്ന് ചോദിക്കാറ് എവിടേക്കാണ് വേദികളൊക്കെ എവിടെയാണെന്ന് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ പുറത്തുള്ള ജില്ലക്കാരൊക്കെ വന്ന് ചോദിക്കുന്ന സമയത്തെ അപ്പോൾ നിങ്ങൾ ഈ തൃശ്ശൂരുകാരാണെങ്കിൽ പോലും തൃശ്ശൂരിന്റെ ടൗണിന്റെ മുഴുവൻ കാര്യങ്ങൾ നമ്മളൊന്ന് പഠിച്ചു വെക്കണമല്ലോ. ആര് ചോദിച്ചാൽ നമുക്കത് പറയണം. ആ കാര്യങ്ങളൊക്കെ സെറ്റാണ്. കുറച്ചൊക്കെ അറിയാം. ബാക്കി പിന്നെ ആ സമയത്ത് ചിലപ്പോൾ ചേട്ടന്മാരാ അല്ലെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവും, അവർ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അതുപോലെ നമ്മൾ വന്ന സമയത്ത് കണ്ടാണല്ലോ ഈ വാച്ച് ആൻഡ് ടവർ അല്ലേ? അപ്പൊ ഇതിന്റെ ഉപയോഗം എന്തായിരുന്നു? അതൊന്നുകൂടെ ഒന്ന് പറഞ്ഞു തരുമോ? ഇത് മെയിനായിട്ട് ഡിസാസ്റ്റർ വല്ലതും നോക്കാൻ, നൈറ്റിന് അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് കയറിയ നമ്മുടെ ഒന്നാമത്തെ വേദി സൂര്യകാന്തിക്ക് പരിസരമുള്ള ഏകദേശം എല്ലാം കാണാൻ കഴിയും. അത്യാവശ്യം കാണാൻ പറ്റും. അപ്പൊ എല്ലാ സമയത്തും ഇതിനകത്ത് ഒരാളുണ്ടാവോ? ഉണ്ടാവും, ഒരാൾ ഇപ്പോഴും ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അവരെ കൊണ്ട് പറ്റാവുന്നതിലും അപ്പുറത്തേക്കുള്ള സർവീസുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കൂടെ അവരുടെ അധ്യാപകർ കൂടിയുണ്ട്. അപ്പോൾ മാഷെ, എങ്ങനെയാണ് ഈ കലോത്സവത്തിന്റെ ഈ ഒരു തിരക്കിൽ നിൽക്കുന്ന സമയത്ത് എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ രാവിലെ 8 മണിക്ക് വന്നാൽ പിന്നെ വൈകുന്നേരമാണ് പോവുക. 5 മണി വരെ സ്കൗട്ടും ഗൈഡ്സും, 5 മണിക്ക് ശേഷം രാവിലെ വന്നിട്ടുള്ള റോവേഴ്സ് റേഞ്ചേഴ്സ് കണ്ടിന്യൂ ചെയ്ത് 10 മണി വരെ സർവീസ് ചെയ്യും. ഫുഡിൻ്റെ അവിടെ 150ഓളം പേര്. അതുപോലെ തന്നെ ബാക്കി എല്ലാ സ്റ്റേജുകളിലും നമ്മുടെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ പ്രസൻസ് എല്ലായിടത്തും ഉണ്ട്. അതുപോലെ ട്രോഫി കമ്മിറ്റി, അതുപോലെ തന്നെ ബാക്കി എല്ലാ പ്രോഗ്രാം കമ്മിറ്റി മുതൽ എല്ലാ കമ്മിറ്റിയിലും ഞങ്ങൾ ഒരു സമയം പോലെ ഫ്രീ ഇല്ലാത്ത രീതിയിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ 3ാമത്തെ സംസ്ഥാന കലോത്സവമാണ്. നല്ല രീതിയിൽ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ പിള്ളേർ നല്ല ഓടി നല്ല പ്രവർത്തിക്കുന്നു. അത് തന്നെയാണ്, ഈ പിള്ളേർ ഓടി നടന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം നാളെ ഈ പടക്കത്താത്തൻ്റെ മണ്ണിൽ കലാപൂരത്തിന് തിരശ്ശീല വീഴുന്നത് വരെ, ആ അവസാന സമയം വരെയും ഇവരുടെ കയ്യിൽ നിന്നും ഇവർക്ക് കഴിയാവുന്നതിലപ്പുറത്തേക്കുള്ള സർവീസും സേവനങ്ങളൊക്കെ അവർ ചെയ്യും. ഇവർ നമ്മുടെ പുലിക്കുട്ടികൾ തൃശ്ശൂരിൻ്റെ കലാനഗരിയിൽ തുടരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.